ഹലോ ഹായ് ഗുഡ് മോർണിംഗ് എവരിബഡി. രാവിലെ ആഷർ പോയി, ആരൻ പോയി, പിന്നെ ഞാൻ ചോറൊക്കെ ഇട്ടു, തുണി അലക്കാനായിട്ടിരിക്കുന്നു. ഭയങ്കര മഴ. ഇന്ന് വെളുപ്പിന് തുടങ്ങിയ മഴയാണ്. കുറേ ദിവസമായിട്ട് നല്ല വെയിലായിരുന്നു, ചുമ്മാ ഇടയ്ക്കൊന്ന് ചാറത്തേ ഉള്ളായിരുന്നു മഴ. അപ്പോൾ ഇന്ന് വെളുപ്പിന് തൊട്ടങ്ങാണ്ട് പെയ്യാൻ തുടങ്ങി. ഞാൻ വെളുപ്പിന് ഒരു 5 മണി കഴിഞ്ഞപ്പോൾ ഉണർന്നായിരുന്നു. അന്നേരമാ ഞാൻ അറിഞ്ഞത്. ഞാൻ അതിന് മുമ്പ് അറിഞ്ഞൊന്നുമില്ല ഉറക്കത്തി. അപ്പം മഴ. പിന്നെ ഇന്ന് ഞാൻ ഫുൾ മുറ്റമൊക്കെ തൂക്കണം, പുല്ലൊക്കെ പറിക്കണമെന്ന് വിചാരിച്ചു. രാവിലെ ആരൻ പോകുമ്പോൾ 7 മണി 7:30 കഴിയുകയില്ല. അന്നേരം നമുക്ക് അങ്ങ് ഇരിക്കുവാണ്, വെയിൽ ഒന്നും കൊള്ളത്തില്ലല്ലോ. അങ്ങനെ ഓർത്തതാ. ഭയങ്കര മഴയാണ്. പിന്നെ അപ്പോൾ തലയെ കുറച്ചായി തലയിൽ ഞാൻ എന്തെങ്കിലും ചെയ്ത ഉടനെ നിങ്ങളെ വീഡിയോയിൽ കാണിക്കുമല്ലോ. അല്ലാതെ ചുമ്മാ ഞാൻ തന്നെ ഇവിടെ ചെയ്യാറില്ല. എല്ലാം നിങ്ങളുമായിട്ട് പങ്കിട്ടല്ലേ ചെയ്യുന്നത്. ഞങ്ങളെല്ലാവരും അങ്ങനെയാണ് അല്ലേ ജയക്കൊച്ചേ? അപ്പോൾ അങ്ങനെ എനിക്കാണ് എല്ലാവരേക്കാളും ഏറ്റവും മുടി കുറവ് എനിക്കാണ്. സുപ്രൂവിന് വരെ മുടി വളർന്നു. എനിക്കാണെങ്കിൽ മുടി മുഴുവൻ എനിക്കാണ് ഏറ്റവും കുറവ്. ഒട്ടുമില്ല. ഈ കാണുന്ന ഇത്രയേ ഉള്ളൂ, ബാക്കിലോട്ടില്ല. കണ്ടോ, ഈ ഇത്രയും ഇതേണ്ടേ മൊത്തം ഇങ്ങനെ പപ്പാതിയാക്കി എടുക്കുന്നത്. ഇതാണ്ട് ഇത്രയും മുടിയേ ഉള്ളൂ എനിക്ക്, ബാക്കി പുറയിലോട്ടില്ല. പുറയിലത്തെ എല്ലാം ഞാൻ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഇട്ടിരിക്കുക. പൊഴിച്ചിട്ട് ഉള്ളു വെച്ചില്ല, ഉള്ളവും കൂടെ പോയി മുഴുവൻ ഒത്തിരി പൊഴിഞ്ഞു. ഇത് ഈ ഒരാഴ്ചയായി പിന്നെ പൊഴിഞ്ഞു പോകുന്നത്. എന്നാന്ന് എനിക്കറിയത്തില്ല. പിന്നെ അപ്പോൾ ഇന്ന് ഞാൻ ഓർത്ത് ഇങ്ങനെ നല്ലതായിട്ട് മുടി പൊഴിയുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് പാചകമൊന്നുമില്ലേ. അപ്പം ഞാനെന്നാൽ രാവിലെ മുടിയേൽ എണ്ണയിലും ഒന്ന് തേച്ചിട്ട് ഇതുണ്ട്. ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾക്ക് ഉള്ളു തോന്നുമല്ലോ, പക്ഷെ പിടിച്ചിട്ട് കട്ടിയൊന്നുമില്ല, ഒരു ജീവനില്ല. തലയോട്ടിയായി നിറച്ച മുടിയുണ്ട്, ഇതുണ്ടോ, ഉണ്ട്. പക്ഷെ എനിക്ക് അറ്റത്തോട്ട് വരുമ്പോൾ എലിവാല് പോലെ അഴിച്ചിട്ടുകൊണ്ട് എങ്ങും പോകാൻ പറ്റത്തില്ല. കല്യാണത്തിനൊക്കെ വല്ലതും പോണേ വെപ്പുംപൊടി വെക്കണം. വെപ്പുംപൊടി ഉണ്ട് എനിക്ക്. എന്നിട്ട് വെക്ക്. അപ്പോൾ അന്നത്തെ തലയെ തേച്ച് വേറൊരു കാര്യം പറയാൻ പറഞ്ഞു. പിള്ളേർ എൻ്റെ ചീപ്പൊക്കെ എടുത്തിട്ട് ചീകി. ബാത്റൂമിലൊരു ചീപ്പ് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിനകത്തും ഒരു ചീപ്പ് വെച്ചിട്ടുണ്ട്. എൻ്റെ ഡ്രസ്സിങ് ടേബിളിൻ്റെ ഡ്രോയറിൽ. പിള്ളേർ അതെടുത്ത് ചീകുന്നുണ്ട്. അത് കാരണം എനിക്ക് അവർക്ക് താരനുണ്ട്. അവരുടെ താരനൊക്കെ ഞാൻ നശിപ്പിച്ച് കളഞ്ഞാൽ പിന്നെയും താരനുണ്ട്. വേർക്കുമ്പം കുഞ്ഞുങ്ങളെ സൂക്ഷിക്കാതെ പൊടിയൊക്കെ പിടിച്ച് അവർ ഷാമ്പു ഒന്നും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാതെ. ഞാൻ ഷാമ്പു ഒന്നും യൂസ് ചെയ്യുന്നില്ല. എൻ്റെ ഷാമ്പു ലോറിയലിൻ്റെ സ്മൂതനിങ് ഷാമ്പു. ഞാൻ മുടി സ്മൂതനിങ് ചെയ്ത സമയത്ത് അവർ നമ്മളെ അഡ്വൈസ് ചെയ്തേക്കുന്ന ഇതാണ്, നമുക്ക് അതാ തേക്കണം. അത് ഞാൻ ഞാൻ പറഞ്ഞില്ലേ, നാൾ കാണിച്ചില്ല വലിയത്. ഞാൻ അലമാരി വെച്ചിരിക്കുന്നതുകൊണ്ട് ഇവന്മാരെടുക്കത്തില്ല. എന്നാലും ഇവന്മാർ അതുവഴി വന്ന് അലമാരി തുറന്ന് കുറച്ച് കൈക്കകത്തോട്ട് എടുത്തിട്ട് തലയിൽ തേച്ച് ബാത്റൂമിൽ പോയി നിന്ന് തലയിൽ തേച്ച് ഇത് ബോട്ടിലും വലിച്ചുകൊണ്ട് പോകുമ്പോഴല്ലേ ഞാൻ കാണുന്നത്. പതുക്കെ അലമാരിയൊക്കെ തുറന്ന് കയ്യിൽ ഒഴിച്ചുകൊണ്ട് വന്നിട്ട് കൈ ഇങ്ങനെ മടക്കി പിടിച്ച് അതിൻ്റെ പുറത്ത് ഇടാനുള്ള ഡ്രസ്സും വെച്ചുകൊണ്ട് അവരങ്ങ് പോവാ ന്യൂട്രൽ. ഞാൻ ഈ പറന്ന് നടക്കുന്ന ഞാനിതുമല്ല ശ്രദ്ധിക്കും. എന്നിട്ട് എന്നാന്നറിയാം, ഇവന്മാരെടുത്ത് തീർത്ത ഭയങ്കര വിലയാന്നേ. എനിക്കാണ് 2022 നവംബറിൽ ഹസ്ബൻഡ് പിന്നെ വന്നപ്പോൾ മേടിച്ച് തന്നു. നോക്കിയാൽ ഞാൻ സൂക്ഷിച്ച് ഉപയോഗിക്കുന്നതുകൊണ്ടല്ലേ തീരാത്ത. ഞാൻ അലമാരി വെച്ചിരിക്കും. ഞാൻ ശനിയാഴ്ച ദിവസം മാത്രം ശകലം തേക്ക്. ഞായറാഴ്ച ചർച്ചിൽ പോകുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അന്നേരവും തേക്കത്തില്ല. ഞാനങ്ങനെ ഷാമ്പു തേക്കത്തില്ല. ഷാമ്പു തേക്കാൻ എനിക്ക് മുടിയില്ലല്ലോ. പിന്നെ എനിക്ക് താരനില്ലാത്തതുകൊണ്ട് ഞാൻ വലിയ ചെളിയൊന്നും തലയിൽ പിടിപ്പിക്കത്തില്ലാത്തതുകൊണ്ട് എനിക്ക് പിന്നെ ഈ കോഴിക്കൂട്ടി കയറുന്നതുകൊണ്ടാണ് ഇപ്പം ശനിയാഴ്ച ആണെങ്കിലും നമ്മളങ്ങ് ചെയ്യുന്നത്. അപ്പം വേറൊരു കാര്യം എന്നാണെന്നറിയോ, ഇവന്മാരുടെ താരം പിടിച്ചപ്പോഴത്തേക്കിന് എനിക്കിനി അത് കളയണ്ടേ. പക്ഷെ നാരങ്ങ ഇരിപ്പില്ല. എന്നാ ചെയ്യുമെന്ന് ഓർക്കുന്നത്. ഓറഞ്ച് അരച്ചത് ഇച്ചിരി ഇരിപ്പുണ്ട്, അത് മതിയായിരിക്കുമോ? പക്ഷെ നാരങ്ങയുടെ നീര് വേണ്ടേ, ഓറഞ്ചിൻ്റെ തൊലി പോരല്ലോ. എൻ്റെ ഓറഞ്ച് വെട്ടിയും കളഞ്ഞു മറ്റേ ആ ചൈനീസ്. അല്ലെങ്കിൽ എനിക്ക് അതേന്ന് പറിച്ച് പിഴിഞ്ഞെടുത്താൽ മതിയാകും. അപ്പോൾ എനിക്ക് മുട്ടയുടെ വെള്ളയുടെ കൂടെ ഇന്ന് വരെയും ഞാൻ നാരങ്ങാനീര് തേച്ചിട്ടില്ല. എനിക്ക് താരനില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ തപ്പിയിട്ട് നാരങ്ങാനീര് കിട്ടുവാണെങ്കിൽ ഞാൻ നാരങ്ങാനീര് തേക്കാമെന്ന് വെച്ചാൽ ഇച്ചിരി തുളസിയും ആര്യവേപ്പും മുരിങ്ങയിലയും കൂടെ പനിക്കൂർക്കൻ്റെയും കൂടെ പിന്നെ അരച്ച് തേക്കാമെന്ന് വിചാരിച്ച. ആ കൂട്ടത്തിൽ ആ ഓറഞ്ചിൻ്റെ തൊലി അരച്ച് വെച്ചിട്ടില്ലേ, അതുകൂടെ ഇച്ചിരി തേക്കാം. നാരങ്ങയ്ക്ക് പകരം ആവുമായിരിക്കാം. ഞാൻ നോക്കട്ടെ. നാരങ്ങ ഇവിടെ തപ്പാം. ഫ്രിഡ്ജിൻ്റെ ഡോറെ ചിലപ്പോൾ കാണും. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് മുഖത്ത് പിന്നെ അന്ന് ഞാൻ തേച്ച് കാണിച്ചില്ല. അന്ന് തേച്ചിട്ട് പിന്നെ ഇതുവരെ ഒന്നും തേച്ചില്ല കേട്ടോ, ഒന്നും തേച്ചില്ല. ഇപ്പം ഞാൻ മുഖം പോയി
സോപ്പിട്ട് കഴുകിയിട്ട് വന്നിരിക്കുക. മുഖത്ത് തന്നെ തേക്കണ്ടേ. മുഖത്ത് നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി അരച്ചത് ഇച്ചിരി ഇരിപ്പുണ്ട്. പകുതി തലയിലും തേക്കാം, പകുതി നമുക്കെടുത്ത് മുഖത്തും തേക്കാം. അതിനകത്ത് തന്നെ തേക്കണ്ട. ബാക്കി ഇതിനകത്ത് വേറെ ഒന്നും വേണ്ട. ഓറഞ്ചിൻ്റെ തൊലിക്കകത്ത് നമ്മൾ ഇത് മതി ഇങ്ങോട്ട് തേക്കാം. അപ്പോൾ തലയിൽ മുഖത്തെന്നേലും പെട്ടെന്ന് തേക്കാം. ഓറഞ്ചിൻ്റെ തൊലിക്കകത്ത് എന്നതേലും ഒരു ഇച്ചിരി തേക്കാം. സാധനങ്ങളല്ലേ ഇരിക്കുന്നത്. വേറൊരു കാര്യം കാണിക്കാനുണ്ട്. അപ്പം പിന്നെ ഞാനിപ്പം ഇച്ചിരി ഒരു നമ്മുടെ കറ്റാർവാഴയിൽ നിന്ന് ഒരു പകുതി കണ്ടിച്ച് അവിടെ മഞ്ഞക്കറ പോകാൻ വെച്ചിരിക്കുന്ന ചാരി വെച്ചിരിക്കുന്നത്. അപ്പം അതും പനിക്കൂർക്കലയും കറ്റാർവാഴയും പനിക്കൂർക്കലയും ആര്യവേപ്പും തുളസിയും പേരയില താരന് നല്ല പേരയിലയും മുരിങ്ങയില മുരിങ്ങയില പിന്നെ തുളസി ആര്യവേപ്പ് പനിക്കൂർക്കല കറ്റാർവാഴ പേരയില ഇത്രയും സാധനം ഒന്ന് അരച്ച് പനിക്കൂർക്ക പേരയുടെ ഇല ഉള്ളതുകൊണ്ട് ഓറഞ്ചിൻ്റെ തൊലി വേണമെന്നില്ല. ഇച്ചിരി ചില കുഴപ്പമില്ല, നാരങ്ങ ഇല്ലത്തോണ്ട് ഇച്ചിരി അതുകൂടെ ഇല്ല. അപ്പോൾ ഇതെല്ലാം കൂടെ അപ്പോൾ ഇന്ന് എന്നാക്കിയാൽ തേക്കാൻ പോകുന്നത് താരനും കൂടെ ഉള്ളതുകൊണ്ട് ആര്യവേപ്പും പേരയിലയും താരന് നല്ലതാണ്. അത് കാരണം പേരയില അങ്ങേ അറ്റത്തെ തൊട്ട് വരാവേ. ഇന്ന് ലക്നം വേൾഡാൻ്റെ ചോദിച്ചു ഒത്തിരി പഴങ്ങളുണ്ടല്ലോ എന്ന് എൻ്റെ വീട്ടിൽ. എല്ലാ ഫ്രൂട്ട്സിൻ്റെയും മരങ്ങളുണ്ട് കേട്ടോ. എനിക്ക് മുള്ളാത്ത മാത്രം ഗതി പിടിച്ചില്ല, അത് വെച്ചിട്ട് ഒന്നും കിടത്തില്ല. അപ്പോൾ അതേ ഇല്ലാതുള്ളൂ. മാങ്കോസ്റ്റിൻ നല്ല വലിയ മരമായിട്ട് വന്നപ്പോഴല്ലേ നമ്മുടെ കിണർ വെച്ചപ്പോഴത്തേക്കിനും അത് പറിച്ചു കളഞ്ഞത്. വലിയ മരം പോട്ടെ. അപ്പം അടുത്ത വെച്ചിട്ടുണ്ട് കേട്ടോ. ദൈവം സഹായിച്ചത് വളരുന്നുണ്ട്, വളർന്നോളും. അപ്പോൾ എനിക്കിനി ഇല്ലാത്ത മാതളം മാതളം ഉണ്ടായിരുന്നു, പോമഗ്രാനൈറ്റ്. അത് പറിച്ച് കളഞ്ഞു. അവൻ്റെ ആ കിണർ വെക്കാൻ നേരം അവിടെ ആയിരുന്നേ. അത് പറിച്ച് റബ്ബർ തോട്ടക്കാരൻ്റെ പറമ്പിൽ കളഞ്ഞു. അപ്പോൾ എനിക്ക് അതില്ല. ഓറഞ്ച് ചൈനീസ് ഓറഞ്ച് ഉണ്ടായിരുന്നത് നല്ലതായിട്ട് കായ്ക്കുന്ന, അതും പറിച്ച് കളഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ ഞാൻ വേറെ മുള്ളാത്ത ഇല്ലാത്തത് എനിക്ക് മുള്ളാത്ത ഒരെണ്ണം എടുത്ത് നമുക്ക് താഴത്തെ തൊടി കൊണ്ട് വെക്കാം. മുറ്റം നിറച്ച് ഫ്രൂട്ട്സിൻ്റെ മരങ്ങളൊക്കെ ഉണ്ട്. ആര്യവേപ്പൻ ലോലോലി എല്ലാ സംഗതിയും. പിന്നെ അങ്ങേറ്റത്ത് ഗ്രോ ബാഗും പച്ചക്കറിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്നാ ചെയ്യണത്, ഇനിയിപ്പോൾ താഴത്തെ തൊടിയിൽ ഒരെണ്ണം വെക്കാം. താഴത്തെ തൊടി എല്ലാം വെച്ച് ഞാൻ നിറച്ചു. എന്നിട്ടും ഒരെണ്ണം നമുക്ക് മുള്ളാത്തയും കൂടെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. പിന്നെ ഒരു തെങ്ങ് ഓർഡർ ചെയ്തിട്ടുണ്ട് മേലത്തെ വീട്ടിൽ. അപ്പോൾ അതുകൂടെ താഴെ വെപ്പിക്കണം. അത് ഈ വെയിൽ വന്നാലേ ആ മേസ്ത്രി ചേട്ടനെ വിളിച്ച് എനിക്ക് ആ തെങ്ങും വെപ്പിക്കണം. പിന്നെ വേറെ എന്തോ ചെയ്യാനുള്ള ഒരു തെങ്ങിന് തടമെടുക്കണം, പ്ലാവിന് തടമെടുക്കണം താഴത്തെ തൊടി. പിന്നെ അങ്ങനെ ഒത്തിരി പണികളുണ്ട്. ഈ ഓടിൻ്റെ നമ്മുടെ ഷീറ്റ് ഹോസ്പിറ്റൽ ഷീറ്റില്ലേ, മറ്റേ 2 മുറി തിണ്ണേ അപ്പുറത്തെ മുറി ഞങ്ങൾ കിടക്കുന്ന മുറി ഷീറ്റാണ്. അപ്പോൾ അതിൻ്റെ മേളിൽ പൊട്ടിയിട്ട് ചോരുന്നുണ്ട്. അപ്പോൾ അത് മുഴുവൻ ഞങ്ങളുടെ ദേഹത്ത് വെള്ളമൊക്കെ വീഴുന്നുണ്ട്. അത് കാരണം ഞാൻ ഈ ടാർ ഷീറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഒട്ടിക്കുന്ന ഷീറ്റിൽ ഒട്ടിക്കുന്ന ചോർച്ചയ്ക്ക്. അപ്പോൾ അത് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഈ വെയിൽ വരാത്ത കാരണം ആ മേസ്ത്രിച്ചേട്ടൻ വരാത്ത, അപ്പോൾ അത് ഒട്ടിപ്പിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എപ്പോഴും എന്തെങ്കിലും ലൊട്ടിലൊടുക്ക് പണിയാണ്. അപ്പോൾ ഈ താരം പോകാൻ ഇത്രയും സാധനം ഒന്ന് അരച്ച് തേച്ച് പൊക്കി കെട്ടി അങ്ങ് ചീകി ഇറുക്കി കെട്ടി അങ്ങ് വെച്ച് കഴിയുമ്പോൾ ജയ വെച്ചു മുടിയൊക്കെ എവിടെ പോയെന്ന്. അതെന്നാന്ന് വെച്ചാൽ ഇങ്ങനെ പൊക്കി കെട്ടി ഞാനിങ്ങനെ പുറയിലോട്ട് ക്ലിപ്പ് ഇടുമ്പോൾ ഈ പുറം ഭാഗം മുട്ടയടിച്ച പോലെ ഇരിക്കുന്ന, താഴ്വശത്ത് മുടി കാണുന്നില്ലല്ലോ. ഈ പൊക്കി കെട്ടി വെച്ച് കഴിയുമ്പോൾ ഇത്രയും അറ്റമല്ലേ ഉള്ളൂ. അന്നേരം പുള്ളി ചോദിച്ച് എന്ത് ചെയ്യുന്നു, മുടിയുണ്ട്, വേണ്ട ഇതേ ഉള്ളൂ, തല നിറച്ചുണ്ട്, താഴോട്ടിങ്ങനെ വളരുന്നുമില്ല, വളരുന്നതിനൊട്ട് വണ്ണവും ഇല്ല. മുട്ട കഴിക്കാത്തതുകൊണ്ട്, ഈ മുട്ട കഴിക്കാൻ മടിയായതുകൊണ്ടാണ്. പിന്നെ ഈ പിള്ളേരെന്നെ വഴക്ക് പറഞ്ഞ് മുട്ട തീറ്റിക്കുന്നത്. പിന്നെ നമ്മൾ വളർത്തുന്ന നല്ല നാടൻ കോഴിയല്ലേ, പണ്ടത്തെ നല്ല നാടൻ കോഴി, അതിൻ്റെയൊക്കെ മുട്ട കഴിച്ചാൽ നല്ല, ഞാൻ കഴിക്കത്തില്ല. പിന്നെ പിള്ളേർ നിർബന്ധിക്കുമ്പോൾ വല്ലപ്പോഴും അങ്ങനെയൊക്കെ പോകുന്ന കാര്യങ്ങൾ. അപ്പം രത്നം വേൾഡ് ആൻറ്റിയുടെ കാര്യം, അങ്കമാലി ചേച്ചി എന്നാ ജോലി എന്നാ മടി ഏതാണ്ടൊക്കെ ചോദിച്ച്. അവരത്രയും പ്രായമായിട്ടും രണ്ടും കൂടെ വെളുപ്പിന് എഴുന്നേറ്റ് റബ്ബർ വെട്ടാനായിട്ട് അങ്കിള് പോകുന്നു. അത് കഴിഞ്ഞ് ആൻറ്റി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കി കഴിയുമ്പോൾ അവർ വളർത്തി പോകുന്നു. അത് കഴിഞ്ഞ് വന്നിട്ട് ഉച്ചയ്ക്കത്തെ ചെയ്യുന്നു, പിന്നെ വൈകിട്ടത്തെ ചെയ്യുന്നു. അടങ്ങിയിരിക്കുകയല്ല അതുങ്ങൾക്ക്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ ഞാൻ എൻ്റെ ആൻറ്റി കുഞ്ഞിലേ മുതൽ തുടങ്ങിയതാണ്. ഞാൻ 19 വയസ്സിൽ തുടങ്ങിയതാണ് വീട്ടിലെ പ്രാരാബ്ദം. കാരണം എൻ്റെ അമ്മ, എനിക്ക് 19 വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മ ഖത്തറിൽ പോയി. 20 വർഷം അമ്മ അവിടെ ആയിരുന്നു.
പിന്നെ ഞാൻ എന്നെ കെട്ടിച്ചുവിട്ട് പോലും എനിക്ക് ജോലി ഉണ്ടായിട്ട് പോലും ജോലിയും കഴിഞ്ഞും ഞാൻ പോയി എൻ്റെ അപ്പനെയൊക്കെ അനിയത്തിമാരെയൊക്കെ നോക്കി ശ്രദ്ധിക്കുകയും പറ്റുന്ന പോലെ ഹെൽപ്പ് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എനിക്കിഷ്ടം പോലെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. ഇപ്പോഴും എന്നെ കഷ്ടപ്പാടിന് കുറവുണ്ട്. വീട്ടിൽ നല്ല പണിയില്ലേ, അപ്പോൾ അങ്ങ് മടുത്തു പോവുക. അതുകൊണ്ടാണ്, അല്ലാതെ എനിക്കൊരു മടിയില്ല കേട്ടോ. മേലാതെ വന്നാലേ ഉള്ളൂ. ബേബി ഹെയർ ഉണ്ട്. എന്നിട്ട് കേൾക്കും. അപ്പോൾ എന്തെല്ലാം പറഞ്ഞല്ലേ, അങ്ങനെ പറയണം. എല്ലാം പറഞ്ഞാൽ എല്ലാം അറിയത്തുള്ളൂ അല്ലേ. പിന്നെ ആരാ കുമ്പിള് എല്ലാവർക്കും കൊതി വന്നല്ലേ, പിന്നെ ചെയ്യാന് തരാനായിട്ട് ഞാൻ ജയക്കൊച്ചിനുണ്ട്. എന്നിട്ട് ഇത്ര അടുത്തായിട്ട് എനിക്കൊരു ചക്ക തന്നില്ല, പന്നക്കൊച്ച്. പിന്നെ എനിക്ക് പ്രാവശ്യം പ്ലാവ ചക്ക ഉണ്ടായേ ഇല്ല. പോട്ടെ. അപ്പോൾ ഇനി എന്നാ പറയാനുള്ളത്? ഇനിയൊന്നുമില്ല. അപ്പോൾ തലയിൽ എളുപ്പം തേച്ചിട്ട് ഇപ്പോൾ ആ തൂക്കുന്ന ആ ഓട്ടച്ചേട്ടൻ ഒരു പുള്ളിക്കാരത്തിയെ ആ വഴിയിലെങ്ങാണ്ട് പിടിച്ച് നിർത്തിയിട്ട് ഇപ്പം പിടിച്ചോണ്ട് വരാം എന്ന് പറഞ്ഞ് നമ്മുടെ ഇവിടെ എങ്ങാണ്ട് അടുത്തുള്ളതാണ്. ഞാൻ എപ്പോഴും ഈ കരഞ്ഞു പോയി പറയുന്നത് എനിക്ക് ആരും സഹായിക്കാനില്ല, ഹെൽപ്പില്ല, എൻ്റെ നടുവും മേല, എൻ്റെ മനീഷയെ അതൊന്ന് ആരെയായിട്ടും ഒന്ന് കൊണ്ടുത്താന്നൊക്കെ പറയും. ഇപ്പം എന്നെ വിളിച്ച് ചോദിച്ചു, ഒരാളെ കിട്ടിയിട്ടുണ്ട്, ഞാനിവിടെ പിടിച്ച് നിർത്തിയിരിക്കുക, കൊണ്ടുവരട്ടെ. ഇപ്പോൾ കൊണ്ടുവരപ്പോൾ ആ കൊച്ചു വരുമ്പോൾ എല്ലാം പുതിയ കൊച്ചാകുമ്പോൾ എല്ലാം പറഞ്ഞു കൊടുക്കണ്ടേ, മറ്റേതായിരുന്നെങ്കിൽ ഒന്നും പറയണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഇന്നേ എനിക്ക് തലയിലും തേച്ച് മുഖത്തും തേച്ചേച്ച് ഇനിയിപ്പോൾ അവർ വരുമ്പോൾ ഈ മുഖത്ത് തേച്ചുകൊണ്ട് എങ്ങനെ നിൽക്കണം, മുഖത്ത് പിന്നെങ്ങാനും തേക്കാം, 10-20 മിനിറ്റ് ഇരുന്നാൽ പോരെ, അത് പോയി കഴിഞ്ഞെങ്ങാനും തേക്കാം. എന്നിട്ട് ആരാണ്ട് വേറെ വിളിക്കുന്നു. ആരാ? വേറെ പേരില്ലാത്തതാണ്. അന്നേരം ആ പെങ്കൊച്ച വിളിച്ചു കേട്ടോ. പിന്നെ നാളെ വരാം, ഇന്ന് അതിന് ഏതാണ്ട് ബാങ്കിലെ ആവശ്യത്തിന് പോകണം, നാളെ വരാം മതി. പിന്നെ നാളെയെങ്കിൽ നാളെ. ഇതിപ്പം ആരെയില്ല. എനിക്കിവിടെ വേറെ പണിയൊന്നുമില്ല. എനിക്ക് മുറ്റം തൂക്കണം, പെരയ്ക്കാൻ തൂത്ത് തുടയ്ക്കണം, അത്രയേ ഉള്ളൂ. അല്ല വേറെ ഒരു പണി ഞാൻ വരുന്നവരെ കൊണ്ട് ചെയ്യിക്കത്തില്ല. അലക്കുന്നത് നമ്മൾ വാഷിംഗ് മെഷീനിൽ. പിന്നെ തേങ്ങ ചിരണ്ടാൻ മാത്രം വേണമെങ്കിൽ ഒന്ന് രണ്ട് തേങ്ങ ചിരണ്ടി വെച്ചാൽ ഫ്രീസറിൽ ഇരുന്നുള്ളൂ. അതിനിപ്പം വരുന്നവർക്ക് അതും വിഷയമില്ല. ദൈവം സഹായിച്ച ഓണാകുമ്പോഴത്തേക്കിന് ആഷർ എനിക്ക് തേങ്ങ ചിരണ്ടുന്ന മെഷീൻ മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓഗസ്റ്റ് ആകുമ്പം. പിന്നെ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, അതുവരെ ഉള്ളതേ ഉള്ളൂ. ഇതിപ്പോൾ ജൂലൈ ആയില്ല, 1 മാസം കൂടെ ഉള്ള പരിപാടിയേ ഉള്ളൂ. ദൈവം സഹായിച്ച ആഷർ എനിക്ക് ഓഗസ്റ്റിൽ ഓണത്തിൻ്റെ ഒക്കെ ഓഫർ വരുമല്ലോ, അന്നേരം എനിക്ക് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ദീപ മുംബൈ അച്ചയൻസ് പാലായിലെ ആ കടയിൽ നിന്ന് വാങ്ങിക്കാമെന്ന് വെച്ചപ്പോൾ ആഷർ പറഞ്ഞത് പിന്നെ പ്രീതിയുടെ മെഷീനാണ് ഏറ്റവും നല്ലത്. ആഷർ ഓക്സിജനിൽ നിന്ന് കാരണം ആഷറിന് അറിയാം പ്രീതിയുടെയാണ് നല്ലത്. അപ്പോൾ ഈ QRC ഞാൻ ചോദിച്ചപ്പോൾ പ്രീതിയുടെ സാധനമുണ്ട് 4200 രൂപ. ഓൺലൈനിൽ ആ സെയിം സാധനം ഞാൻ നോക്കിയപ്പോൾ 4407. അപ്പം ഇതിവിടെ 4200 എനിക്ക് തരാമെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാം ഇവിടുത്തെ ഫുൾ സാധനം QRSയിലെയാണ്. അപ്പോൾ ഞാനാണ് QRC നമുക്ക് വേണ്ട സാധനം മേടിക്കാൻ പോകുന്നതിന് മുമ്പേ ഞാൻ ചോദിക്കുന്നത് സാറിനോട്, മാനേജറിനോട് ചോദിക്കും. GM ഉണ്ടേ, ജിത്ത് സാറിനോട് ഞാൻ ചോദിക്കും, സാറേ കോംപ്ലിമെൻ്റ് എന്നാ ഉള്ളത്? എനിക്കിപ്പോഴും ആ കൊച്ചിലത്തെ സ്വഭാവം തന്നെയാണ്. കൊച്ചു പിള്ളേരിങ്ങനെ കോംപ്ലിമെൻ്റ് നോക്കിയല്ലേ എല്ലാം മേടിക്കുന്നത്. അതുപോലെ പണ്ട് ഇവിടെ ആഷറൊക്കെ ബൂസ്റ്റും ബോൺവിറ്റയൊക്കെ വാങ്ങിക്കുമ്പോൾ ഓരോ മാസവും സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ തപ്പിയെടുക്കുന്നത് എന്നാന്ന് എന്തിനാ ഓഫർ ഉള്ളതെന്ന് നോക്കിയാൽ, എന്നിട്ട് അതിവിടെ സാധനം ഇവിടെ കൊണ്ടുവച്ചിട്ട് കഴിക്കുകയല്ല, വേറെ വല്ലവരും കഴിക്കും. അതിൻ്റെ കോംപ്ലിമെൻറ്റും കൊണ്ട് നടക്കും. ക്രിക്കറ്റ് ബാറ്റൊക്കെ എന്നിട്ട് അവിടുത്തെ പയ്യൻ ഇവന് വേണ്ടി സൂക്ഷിച്ച് വെച്ച് കൊടുക്കുമായിരുന്നു കേട്ടോ. ഇപ്പം ബൂസ്റ്റിന് ക്രിക്കറ്റ് ബാറ്റ് ഇല്ലേലും വേറെ എണ്ണത്തിൻ്റെയും കൊടുക്കുമായിരുന്നു. ഇവനെ വലിയ ഇഷ്ടമായിരുന്നു. അയ്യോ ഭയങ്കര രസമായിട്ട് അവനെ കാണുമ്പോൾ ഇപ്പോഴും ആ കുഞ്ഞിലത്തെ ആ ഒരു ഇതിലാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത്. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ. അപ്പം എനിവേ, അപ്പോൾ ആ പെങ്കൊച്ച് ഇന്ന് വരത്തില്ല, അതുകൊണ്ട് എനിക്ക് എന്നാ വേണേലും തേച്ചുകൊണ്ട് നിൽക്കാം. അപ്പോൾ തലയിലും തേച്ച് മുഖത്തും തേച്ചിട്ട് ചെയ്യാൻ പോകുന്നത് എന്നാന്നറിയാം, നല്ല ഡ്രൈ ആക്കി വെക്കണം, അല്ല നല്ല കട്ടി തേക്കണം. എന്നാന്നറിയാം, ഒലിച്ച് കഴിഞ്ഞാൽ ഞാൻ വേറെ പരിപാടി ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒരു അലമാരി അടുക്കി പെറുക്കാൻ പോകുക. എന്നിട്ട് എനിക്ക് വേണ്ടാത്ത ഡ്രസ്സെല്ലാം എടുത്ത് ഒരു കുറേ ആയി, ഞാൻ കുറേന്ന് വെച്ചാൽ ഒരു 6 മാസം ആയി കാണും, കൂടി വന്ന് അത്രയേ ഉള്ളൂ. 6 മാസമൊക്കെ കൂടുമ്പോൾ ഞാനിങ്ങനെ അടുക്കി പെറുക്കി പിന്നെ എല്ലാം കൊടുക്കും. ഇവിടെ അടുത്തുള്ളൊരു പിന്നെ പെങ്കൊച്ചിന് അവരുടെ പിള്ളേർക്കും കൂടെ അങ്ങ് കൊടുക്കും. അപ്പോൾ നമ്മുടെ പിള്ളേരുടെ ഡ്രസ്സ് അവർക്ക് കറക്റ്റാണ്, എൻ്റെ ഡ്രസ്സ് ആ പെങ്കൊച്ചിനും കറക്റ്റാണ്, അങ്ങനെ അവർക്ക് കൊടുക്കും. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ വേറെ ആളെ തപ്പിയൊന്നും നടക്കണ്ടല്ലോ. ഇത് വിളിച്ച് പറഞ്ഞാൽ മതി, എടുത്തു വെച്ചിട്ട് വിളിച്ച് പറഞ്ഞാൽ മതി, അന്നേരത്തേക്ക് അതങ്ങ് എടുത്തുകൊണ്ട് പോയിക്കോളും. അപ്പോൾ 2 സ്കൂൾ ബാഗും
പിന്നെ ഈയിടെ കുറേ സ്കൂൾ ബാഗൊക്കെ കൊടുത്തതാണ്. ആരണ്ണൊക്കെ എന്തുമാത്രം ഗിഫ്റ്റൊക്കെ കിട്ടുന്ന ബാഗ്, അത് കാരണം കൊടുത്തതാണ്. എന്നാലും ഇനിയിപ്പോൾ അടുത്ത സ്കൂൾ ബാഗ്, ഷൂസും അല്ലാത്തതൊക്കെ കൊടുത്തതാണ് ഈയിടെ. എന്നാലും ഇനി അടുത്തത് 2 ബാഗ് ഞാൻ ഈയിടെ ഇവന്മാർക്ക് തോളയിലിടുന്ന ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന നല്ല ബാഗില്ലേ, ആ ബാഗ് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ അവന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഞാൻ കഴുകി വാഷിംഗ് മെഷീനിൽ കഴുകി ഉണക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും പിന്നെ കുറച്ച് ഡ്രസ്സ് ഈ അലമാരി ഒന്ന് അടുക്കി പെറുക്കി അതുകൂടെയൊക്കെ ഒന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പണി തീരും. അപ്പോൾ നാളെ വന്നാൽ പെൺകൊച്ച് വരുമ്പോൾ എന്നെ പ്രാവ് മുറി കിടക്കുന്ന കാണണം, മുഴുവൻ പൊടി പിടിച്ച് കിടക്കുന്നു, നാണംകേടാ. അപ്പോൾ എന്തായാലും അപ്പോൾ എന്തായാലും ഞാനപ്പോൾ തലയിലൊക്കെ ഒന്ന് തേച്ച്, അപ്പോൾ എന്നാക്കിയ തല തേക്കാൻ പോകുന്നതെന്ന് കണ്ടല്ലോ. താരനുള്ളതുകൊണ്ട് പേരയിലെ അരിവേപ്പും കൂടെ അരയ്ക്കുമ്പോൾ താരൻ പൊക്കോളും. അതിൻ്റെ കൂടെ നമ്മുടെ തുളസിയും ഒക്കെ ആകുമ്പോൾ തുളസി താരന് നല്ല, തുളസി, പനിക്കൂർക്കല, പിന്നെ കറ്റാർവാഴ എല്ലാം കൂടെ അങ്ങ് ഇച്ചിരി ഓറഞ്ചിൻ്റെയും കൂടെ അങ്ങ് തേക്കാം. മുഖത്ത് ഓറഞ്ചിൻ്റേതും പിന്നെ ഒരു വൈറ്റമിൻ ഓയിലും വേറെ എന്തെങ്കിലും ഒരു ശകലം മാവ്, ഏതെങ്കിലും ഒരു മാവോ എന്തെങ്കിലും ഒന്ന് കുഴച്ച് തേക്കാം. ഞാൻ അന്ന് പറഞ്ഞു തന്നു, കുഴച്ച് തേക്കുന്നൊന്നും കാണിക്കുന്നില്ല, സമയമില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പം തന്നെ വീഡിയോ വാചകം ഒത്തിരി അടിച്ചില്ലേ. അപ്പോൾ അങ്ങനെയാണ് നമുക്കങ്ങ് ചെയ്യാം. എന്നിട്ട് ഞാൻ തുണി കേട്ടോ എല്ലാം അടുക്കി പെറുക്കട്ടെ. എനിക്ക് അലമാരിയിലാണ് ഇടയില്ല, അങ്ങോട്ട് വെക്കുമ്പോൾ ഇങ്ങോട്ട് തള്ളി വരിക, കാരണം ഇഷ്ടംപോലെ ദൈവം സഹായിച്ചുണ്ട്. അപ്പോൾ കുറേ ആർക്കെങ്കിലും കൊടുത്തേക്കാം. എല്ലാം നല്ലതാണ്, ഒന്നും കത്തിക്കാനില്ല. കത്തിക്കാനുള്ളതെല്ലാം എടുത്ത് കത്തിക്കും, അത് ആർക്കും കൊടുക്കത്തില്ല. പിന്നെ നല്ലതൊക്കെ കൊടുക്കാമല്ലോ. അങ്ങനെ നല്ലതെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടാത്തത്, എനിക്ക് എപ്പോഴും ഇങ്ങനെ ആൾക്കാർക്ക് കൊടുക്കുന്നതുകൊണ്ട് അങ്ങനെയൊന്നും കൂത്തൊന്നും ഇരിപ്പില്ല. എനിക്കിടാനുള്ള ഉള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒന്ന് അടുക്കി പെറുക്കിയേക്കാമെന്ന് വെച്ചാൽ എപ്പോഴും അലമാരി അടുക്കി പെറുക്കുണ്ട്. അയ്യോ, അപ്പോൾ ശരി. അപ്പോൾ ഇനി എന്നെ നിങ്ങളോട് വല്ലതും പറയാനുള്ളത്? വേറെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചൊക്കെ ഉണ്ടോ? ആഷറിനെ വീഡിയോ കിട്ടാത്ത ആഷർ ഭയങ്കര തിരക്ക്, ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. ആഷർ 2 സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ട്. രാവിലെ 9:30 തൊട്ട് 5:30 വരെ നമ്മളുടെ പുതുപ്പള്ളി ബെസ്റ്റ് റെസ്റ്റോറൻറ്റിൻ്റെ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് വൈകിട്ട് 5:30 ആകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് 6 മണിയാകുമ്പോഴത്തേക്കിനും കഞ്ഞിക്കുഴിയിൽ വന്നിട്ട് അവിടെ ഒരു പിന്നെ ട്രക്കുണ്ട്, ഫുഡ് ട്രക്ക്. അവിടെ റോൾസ് ആൻഡ് ബർഗ് എന്ന് പറഞ്ഞ് അത് എന്നാന്ന് വെച്ചാൽ റോൾസും ബർഗറും പാറ്റിയും പിന്നെ മറ്റേ റോസ്റ്റഡും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ട്രക്കാണ്, ഫുഡ് ട്രക്ക്. അപ്പോൾ അത് അവൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച കൊച്ച് ഈ മറ്റേ ഇത് പഠിച്ചിട്ട് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചിട്ട് ഇട്ടിരിക്കുന്ന കടയാണ്. അപ്പോൾ ഇവനോടും പറഞ്ഞു വരുന്നെങ്കിൽ വാന്ന് പറഞ്ഞു. അങ്ങനെ ഇവനും വൈകിട്ട് പോകുന്നുണ്ട്. വൈകിട്ട് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 6:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവനവിടെ 6 മണിയാകുമ്പോൾ തൊട്ട് ഇവർ കൂട്ടുകാർ 3-4-5 പേരാണ്. അപ്പോൾ ആഷറിന് പാചകവും കൂടെ പഠിക്കാൻ വേണ്ടി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ല. ഈ ബ്രോസ്റ്റഡ് പാറ്റിയുടെയൊക്കെ എങ്ങനെയാണ് അതിൻ്റെ മിക്സിങ്ങും ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ ഈ കൊച്ച് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചതല്ലേ, അപ്പോൾ അവൻ്റെ കൂടെ നിന്ന് അതൊക്കെ പഠിക്കും. ഇപ്പോൾ എല്ലാം പഠിച്ചു കേട്ടോ. അപ്പോൾ അതെല്ലാം ഞങ്ങൾക്ക് ഇവൻ തന്നെ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് കൊണ്ടുതരും. ഞങ്ങൾക്ക് കൊണ്ടുതരും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി അവൻ തന്നെ ഉണ്ടാക്കിയതാണെന്നും പറഞ്ഞ് കൊണ്ടുതരും. അതിൻ്റെ പൈസ അവൻ കൊടുത്ത് മേടിച്ചുകൊണ്ട് വരുന്ന കേട്ടോ. അപ്പോൾ അങ്ങനെ പഠിക്കുന്നു. അപ്പോൾ അവിടെ അതും ജോലി ചെയ്യുന്നുണ്ട്. അത് രാത്രി 12:30 വരെ. ഞാൻ വഴക്ക് പറഞ്ഞു 11:30 വരെ 10:30 വരെ മതിയെന്ന് ഞാൻ പറഞ്ഞേ. അപ്പോൾ അവൻ്റെ കാല് പിടിച്ചു. 12:30ക്ക് അടയ്ക്കുന്നത്, ഞാൻ 11:30 വരെ നിൽക്കണം, എന്നാലേ പറ്റുള്ളൂ, നല്ല തിരക്ക് ആ സമയത്ത്. അപ്പം നമ്മൾ പഠിക്കാനാന്ന് പറഞ്ഞു പോയാലും ഇടയ്ക്ക് ഇട്ടേച്ച് പോരുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ അങ്ങനെ അവൻ 2 ജോലി ചെയ്യുന്നുണ്ട് പ്രീതി. അതുകൊണ്ടാണ് പിന്നെ അവനെ ഇത് കിട്ടാത്ത. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന കാര്യങ്ങൾ. തല വരിക്കുന്നു. രാവിലെ കഴിച്ചത് 2 കുമ്പിളും. ഇന്നലെ ഞാനല്ലേ ഫുള്ള് കുമ്പിളും കഴിച്ചത്. ബാക്കി 3 ഇവർക്ക് വെച്ചിട്ട് ഇവർ കഴിച്ചൊന്നുമില്ല. ഞാൻ 1 2 പേരും കൂടെ പപ്പാതി കഴിച്ചു. ബാക്കി 2 ഇരുന്ന് ഞാൻ രാവിലെ കട്ടൻ കാപ്പി എടുത്ത് അതിൻ്റെ കൂടെ കുമ്പിളാണ് കഴിച്ചത്. അപ്പോൾ അതാ ഇത്രയും നേരമായില്ലേ, രാവിലെ 7 മണിക്ക് എങ്ങാണ്ട് കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ വാചകം തീർന്നു. എല്ലാവരും ഫുള്ളൊന്ന് കാണണേ കേട്ടോ. ഞാൻ വ്യൂസ് ഒട്ടുമില്ല, എല്ലാവരും കാണുന്നില്ല ആരും.
എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണേ, ഷെയർ ചെയ്തൊക്കെ കൊടുക്കണേ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യണേ കേട്ടോ. കർക്കിടകം ആകും കേട്ടോ. ഇന്ന് 1-ാം തീയതി, ജൂലൈ 1-ാം തീയതി. 17-ാം തീയതി ഒക്കെ ആകുമ്പോൾ കർക്കിടകം തുടങ്ങുക. അതിന് മുമ്പ് മുരിങ്ങയിലയൊക്കെ പറിച്ച് തോരൻ വെച്ചോണം. മുരിങ്ങയിലയും പരിപ്പും തോരൻ, മുരിങ്ങയിലയും ചക്കക്കുരും തോരൻ, മുരിങ്ങയിലയും പരിപ്പും ചാറുകറി, അങ്ങനെയൊക്കെ വെച്ചോണം കേട്ടോ. വേണ്ടേ, മുരിങ്ങയിലയും പരിപ്പും തോരൻ. പിന്നെ ഇതാ നമ്മുടെ ഉണക്ക കുറിച്ചി വറുത്തത്, പിന്നെ നമ്മുടെ അമ്മ കൊടുത്തു വിട്ട പാവയ്ക്കാത്തിയൽ. ഇതൊക്കെ കൂട്ടി ഒന്ന് കഴിക്കട്ടെ കേട്ടോ, ചോറിനട്ടെ. നിങ്ങളെ അങ്ങ് കാണിച്ചേക്കാന്ന് വിചാരിച്ചു. തലയെ തേക്കുന്നതും മുഖത്ത് തേക്കുന്നതും ഇവിടെ ഒക്കെ ചുളിഞ്ഞിരിക്കുന്ന കേട്ടോ. പുതിയ മുടി കിളുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഒക്കെ ചുരുണ്ടില്ലേ. ഇവിടെ പക്ഷേ കുഴപ്പമില്ല. ജാനുവരി ഞാനൊന്ന് സ്മൂതനിങ് ചെയ്തായിരുന്നു, ഒരു കല്യാണമൊക്കെ ഉണ്ടായിരുന്നു, അത് കാരണം. ഇപ്പം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. മെസ്സേജ് അല്ല, ഇത്രയും ഭാഗം ചുളിഞ്ഞിരിക്കുന്നതാണ്, പുതിയ മുടി വരുന്ന ഇത് കുഴപ്പമില്ല. അപ്പോൾ വേർത്ത് അപ്പോൾ എന്തൊക്കെയായിരുന്നു അരച്ചതെന്ന് അറിയാലോ. ഇനി അതിൻ്റെ കൂടെ തേണ്ട ബ്രഷ് തലയിൽ തേക്കാനായിട്ട് ആമസോണിൽ നിന്ന് വാങ്ങിച്ച MRP 79 രൂപയാണ്. അത്രയും ഇല്ലായിരുന്നു കേട്ടോ. നമ്മളുടെ പല്ല് തേക്കുന്ന ബ്രഷ് വെച്ച് വെക്കുമ്പം മുടി പൊട്ടി ബ്രഷിൻ്റെ ആ നാരയിലിരിക്കുന്നത്, അത് കാരണം ഞാൻ പേടിച്ചിട്ട് ഇത് കഴുകി ഉണക്കി ഇതിനകത്ത് തന്നെ എടുത്ത് വെച്ചാൽ മതിയല്ലോ. സൂക്ഷിച്ചില്ലെങ്കിലൊക്കെയല്ലേ പല്ലൊക്കെ പോകുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടെ അരച്ചിട്ടുണ്ട്, ഇലകളെല്ലാം. ഇനി അതിനകത്ത് ഇച്ചിരി വൈറ്റമിൻ ഇ ഓയിൽ ഇടട്ടെ. വൈറ്റമിൻ ഇ ഇട്ട് കേട്ടോ. ഇനി അപ്പോൾ നമ്മൾ ഇല അരച്ചതെല്ലാം കൂടെ ഇങ്ങോട്ട് ഇടുക. വൈറ്റമിൻ ഇ ഒഴിച്ചായിരുന്നല്ലോ. ഇനി നമ്മൾ കുറച്ച് ഹെന്നാപ്പൊടി, നീലയമരിയും മറ്റേ നെല്ലിക്കാപ്പൊടിയും മേടിച്ചിട്ടുണ്ട്. അതിടുന്നില്ല, അത് പിന്നെ വേറൊരു ദിവസമാട്ടെ. ഇപ്പം നമുക്ക് ഈ ഹെന്ന പൗഡർ മാത്രം ഇച്ചിരി തേക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ചായപ്പൊടിയും ബ്രൂ പൊടിയും പിന്നെ റോസ്മേരിയും കൂടെ വരുന്നേ. ചായപ്പൊടിയും ബ്രൂ പൊടിയും റോസ്മേരിയും കൂടെ തിളപ്പിച്ച് വെച്ചത്, അതരിച്ചത് ശക്കല മതി. ഹെന്ന ഒഴിച്ചതൊന്ന് റെഡിയാകാൻ വേണ്ടി മാത്രം. വേറെ ഒന്നും ഞാൻ തേക്കുന്നില്ല, എല്ലാം ആയല്ലോ. ഇനി ഇച്ചിരി ഇത്രയും മതി. രാവിലെ ഈ മഴ നനഞ്ഞായിരുന്നേ. ആരൻ പോയ ഉടനെ ഞാൻ കോഴിയുടെ കാര്യം നോക്കാം, കുട പിടിക്കണ്ട, അവിടെ പിന്നെ കാർ ഷെഡ് ഉണ്ടല്ലോ. പക്ഷെങ്കിൽ ഞാൻ അത് കഴിഞ്ഞ് കുറച്ച് മുരിങ്ങയിലയൊക്കെ അതിന് പറിച്ചിട്ട് കൊടുക്കാനൊക്കെ, ഞാൻ അങ്ങനെ കൊടുക്കുമല്ലോ മുരിങ്ങയില, പിന്നെ തുളസിയില ഇങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ പറിച്ച് കൊടുത്തപ്പോഴത്തേക്കിനും മഴ നനഞ്ഞു. പെട്ടെന്ന് അങ്ങ്
എനിക്ക് ജലദോഷവും തുമ്മലും വന്നേ. മാറി. എനിക്കങ്ങനെ 5-6 തുമ്മിയിട്ട് അങ്ങ് നിൽക്കും. പക്ഷെ എന്നാലും ഒരു പിരിവിരിവിരിവിരാന്നിങ്ങനെ ഒരു ജലദോഷത്തിൻ്റെ ഒരസ്വസ്ഥത. ആശർ എന്നെ ഭയങ്കര വഴക്കായിരുന്നു. രാവിലെ മഴ നനഞ്ഞ് ആശർ എഴുന്നേറ്റ് വന്നപ്പോൾ എന്നെ കാണുന്നില്ല. ആശർ അടുക്കള വശത്ത് വന്ന് തപ്പിയപ്പോൾ അവിടെ നിൽപ്പുണ്ടേ, മഴയും നനഞ്ഞൊക്കെ. അന്നേരം ഭയങ്കര വഴക്കായിരുന്നു. അമ്മ തെന്നി കിടക്കുന്നതിനകത്ത് ഇങ്ങനെ നടന്നു, മഴയും നനഞ്ഞ് രാവിലെ അമ്മ കൊതുകൊക്കെ കടിച്ച് ഇങ്ങനെ നടന്നു എന്നൊക്കെ പറഞ്ഞ് ബഹളമായിരുന്നു. വലിയ ബഹളമല്ല, എന്നാലും ദേഷ്യപ്പെട്ടു. പിള്ളേർക്ക് പേടിയ, നമ്മൾ ഉണ്ടേലല്ലേ അവർക്ക് ഒരു ഇതുള്ളൂ. ഇപ്പോൾ വീഡിയോ ഒന്നിച്ചിടണോ രണ്ടായിട്ടിടണോ എന്ന് ഞാൻ തീരുമാനിക്കാം. ഞാൻ ലെങ്താണ് 2 അല്ലെങ്കിൽ ഒന്നിച്ച്. എങ്ങനെ ഇട്ടാലും ആരും കാണത്തില്ല. പിന്നെ നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യുക അല്ലേ. കാണുന്നതൊക്കെ എല്ലാവരുടെയും ഇഷ്ടമല്ലേ, ആരോടും പിണങ്ങണ്ട. ഓരോരുത്തർക്ക് ഇതുപോലല്ലേ ചെയ്യുന്നത്, സമയം പോലൊക്കെ. കർത്താവേ സ്തോത്രം. മുടി കൊഴിച്ചിലെല്ലാം നിൽക്കണേ. ഒന്നും തേക്കാതിരുന്നിട്ടില്ലേ. മുടി കറുപ്പിക്കാൻ വേണ്ടി മറ്റേ ആ കരിയൊക്കെ പൊടിച്ച് ചെയ്തില്ലേ, ശരിയായില്ല, കറുത്തൊന്നുമില്ല. ഹെന്ന ഇട്ട കാരണം ബ്രൗൺ ആയിട്ടിരുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനിനി നരയ്ക്കുവാണെങ്കിൽ ഡൈ ഓൺലൈനിൽ നല്ല VIP-യുടെ ഡൈ ഉണ്ട്. VIP-യുടെ ആകുമ്പോൾ നാച്ചുറലായിട്ട് കളറാണ് മുടിക്ക്, കരിക്കട്ട പോലൊന്നും ഇരിക്കത്തില്ല. നമ്മുടെ ഈ മുടി ഇപ്പം എങ്ങനെ, ഇതെൻ്റെ ഒറിജിനൽ മുടിയല്ലേ, ഈ കളറിൽ തന്നെ ഇരുന്നോളും, കരിക്കട്ട പോലൊന്നും ആകത്തില്ല. നല്ല സാധനം. അപ്പോൾ അയ്യോ, തലയോട്ടിയെ തേക്കേണ്ടിയല്ലേ, തലയോട്ടിയെ ചീപ്പ് വേണ്ട എന്നറിയാം. ചീപ്പും കൊണ്ടെടുത്താ നമ്മുടെ ചീപ്പ് അഴുക്കാവും. ബ്യൂട്ടി പാർലറിൽ പോവാണെങ്കിൽ ചാരി അങ്ങ് ഇരുന്നാൽ മതി, അവരെല്ലാം ചെയ്തോളും, നമുക്കൊന്നും അറിയണ്ട. അല്ലേ? പക്ഷേ നമ്മൾ 1 മാസം ചെയ്യുന്ന പൈസ ഒറ്റ പ്രാവശ്യം കൊടുക്കണ്ടേ? അയ്യോ, ഒന്നും പറ്റത്തില്ല. പിള്ളേർക്ക് ഭക്ഷണം വാങ്ങിക്കേണ്ട പൈസ നമ്മൾ ബ്യൂട്ടി ആകാൻ വേണ്ടി കൊടുത്താലേ ശരിയാകത്തില്ല. നെറ്റിയിലൊക്കെ ഇരുന്നോട്ടെ, കഷണ്ടി പൊക്കോളും, കഷണ്ടി വരാതിരുന്നോളും. നെറ്റിയിലിരുന്നോട്ടെ, ഒത്തിരിയല്ല എന്നാലും കുറച്ചിരിക്കട്ടെ. ബാക്കി നമുക്ക് തുടച്ച് കളയാം. ഈ വരുന്നതൊക്കെ ഉണ്ടോ, തുടച്ചങ്ങോട്ടിടാം. ശകലം നിലത്ത് വീണു. ഇനി ഇവിടെ പുറകിലാ തേക്കണ്ട. എനിക്ക് ഫ്രണ്ടിലൊക്കെ മുടിയിലുണ്ട്, ഫ്രണ്ടിലൊക്കെ ഉണ്ട്, പുറകില മുടി കിളുക്കാത്ത. അപ്പം പുറകിലാ തേക്കണ്ടേ. വകഞ്ഞ് അവിടെ തേക്കട്ടെ. ഇവിടെ ഇച്ചിരി ഇവിടെയൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ ഉണ്ടോ. ഈ പുറകിലാ തേക്കണ്ട, പുറകിൽ തേക്കട്ടെ. തലയോട്ടിയിലെ എല്ലാവർക്കും എന്നാ ഉണ്ട് വിശേഷം?
ആർക്കാ മഴയില്ലാത്ത? ഇവിടെ മഴയാണ്. ആരാണ്ട് വിളിക്കുന്നു. ആരാണ്ടല്ല, കെട്ടിയവന്. തലയിൽ തേച്ചു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് 100 ഫോണാണ്. തലയിൽ തേച്ചു. ഇനിയിപ്പം നമ്മളുടെ ഓറഞ്ച് തൊലി അരച്ച് വെച്ചിരുന്നത് ഫ്രിഡ്ജിലിരുന്നത് മൊത്തം ഇങ്ങനെ എടുത്തു. കുറച്ച് തലയിലും തേക്കാനായിട്ടുള്ള മിക്സിനകത്ത് ഞാൻ തേച്ചായിരുന്നു കേട്ടോ. നല്ലതല്ലേ. നാരങ്ങ ഇല്ലായിരുന്നു. പിന്നെ ഇതിപ്പം നമ്മുടെ ആ ഓറഞ്ചിൻ്റെ തൊലിയും പിന്നെ തൊലി അരച്ചതും ഇച്ചിരി അലോവേര ഫ്രഷ് നമ്മളുടെ ഇവിടുന്ന് പറിച്ചതിൻ്റെ ആ ജെല്ല് ഞാൻ ഇച്ചിരി ചിരണ്ടി എടുത്തത്, അതും ഒരു വൈറ്റമിൻ ഇ ഓയിലും പിന്നെ ഇച്ചിരി തേനും വേണ്ട കടലമാവും കൂടെ മതി. എന്നതേലും ഒരു ശകലം 3-4 ദിവസം കൂടുമ്പോൾ, ഇത് വെള്ളിയാഴ്ച തേച്ചല്ലേ, വെള്ളി ശനി ഞായർ തിങ്കൾ 4-ാം ദിവസമല്ലേ, 3-4 ദിവസമൊക്കെ കൂടുമ്പോൾ നമുക്ക് 4 ദിവസം, ഇത് 4-ാം ദിവസമല്ലേ തേക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഇതൊന്ന് തേച്ച് പിടിപ്പിക്കട്ടെ. ഇതിച്ചിരി കട്ടിയുണ്ട്, സാരമില്ല, അത് മതി. ഇനിയൊന്നും അതും ഇതും ഒഴിക്കുന്നില്ല. അപ്പോൾ ഇത് കൈവച്ച് തേച്ചാൽ മതി, ബ്രഷ് വെച്ച് തേക്കണ്ട. മഞ്ഞളൊന്നും ഇട്ടില്ലല്ലോ. മഞ്ഞൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇത് കണ്ടോ, മോൺബെയർ. ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചു. ഇതാണ് ശരിക്കും കസ്തൂരി മഞ്ഞൾ. വെള്ള കളറിൽ ഇരിക്കുന്നുണ്ടോ, കാണാലോ, വെള്ള കളറിൽ. ഇങ്ങനെയാണ് കസ്തൂരി മഞ്ഞൾ ഇരിക്കേണ്ട, മഞ്ഞ കളറിലല്ല. അതിനകത്ത് പൊടി കാണാവോ, ക്രീം കളറാണ്. ഇങ്ങനെ ക്രീം കളർ, വെള്ളയല്ല, ക്രീം കളറിൽ ഇരിക്കണം. ഇതാണ് കസ്തൂരി മഞ്ഞൾ, അല്ലാതെ മഞ്ഞ കളറിലെ അല്ല. അപ്പം മഞ്ഞ കളറിലെ കസ്തൂരി മഞ്ഞളാണെന്ന് പറഞ്ഞ് നമുക്ക് തരുന്നത് വേറെയാണെന്ന് തോന്നുന്നു സാധനം. അപ്പോൾ ഇതാണ് കസ്തൂരി മഞ്ഞൾ, മോൺബെയർ എന്നാണ് വായിക്കുന്നതെന്ന് തോന്നുന്നു. ഞാൻ പ്രൊനൗൺസിയേഷൻ ഗൂഗിളിൽ നോക്കിയില്ല. MONBAIR, മോൺബെയർ ആയിരിക്കും. BAIR, HAIR അല്ലേ ഹെയർ, അപ്പം BAIR ബെയർ അല്ലേ, മോൺബെയർ. പ്യുർ ഫോർ കെയർ വൈൽഡ് ടേർമറിക് പൗഡർ, 100% natural, 100 gram, no preservatives and color added. അപ്പോൾ ഇത് ഞാൻ പൊട്ടിച്ചില്ല, ഇപ്പോൾ പൊട്ടിക്കുന്നില്ല. ഇത് എനിക്കത് മാത്രമായിട്ട് തേനി ചാലിച്ച് ഇടയ്ക്ക് തേക്കണം. അപ്പം അത് ഞാനിപ്പോൾ എടുക്കുന്നില്ല. അങ്ങനെ അതിന് ഇച്ചിരി വിലയുണ്ട്. അപ്പോൾ ആ 100 ഗ്രാമിൻ്റെ പാക്കറ്റിനാണ്ട് 300. കാരണം ഞാനങ്ങനെ ഒരിക്കലും നിങ്ങൾക്കറിയാമല്ലോ 100 കൂടുതൽ ഒരു സാധനം വാങ്ങിക്കത്തില്ല. പക്ഷേങ്കിൽ ഇത് കറക്റ്റ് സാധനം, അത് നല്ലതുമാണ് നമ്മളുടെ സ്കിന്നിന്. അതുകൊണ്ട് മാത്രം മേടിച്ചു കേട്ടോ. അതപ്പോൾ എനിക്കതൊരു ഫ്രിഡ്ജിൽ വെച്ച് 1 വർഷം ഉപയോഗിക്കണം. അപ്പോൾ എനിക്ക് തേനിൻ്റെ കൂടെ ഒരു 1/2 സ്പൂൺ വീതം എടുത്ത് ചാലിച്ച് തേക്കണം. കാരണം നമ്മുടെ മുഖത്ത് മാത്രം മതിയല്ലോ, ദേഹത്തൊന്നും തേക്കാൻ തികയത്തില്ല. ദേഹത്തൊന്നും തേച്ചാൽ മുതലാകത്തില്ല. മുഖം മാത്രം ഒന്ന് വൃത്തിക്കിരുന്നാൽ പോരെ. അത് കാരണം സൂക്ഷിച്ചുപയോഗിക്കണം. ഇപ്പം ദേഹത്ത് തേക്കണമെങ്കിൽ സാദാ മഞ്ഞളും കസ്തൂരി മഞ്ഞളും ഇവിടെ ഡ്യൂപ്പ് നമ്മുടെ അങ്ങാടിക്കടയിൽ കിട്ടുന്നതൊക്കെ മേടിച്ച് കസ്തൂരി മഞ്ഞളാണെന്ന് ഓർത്തങ്ങ് തേക്കാം. ഇതാണ് ഒറിജിനൽ. അപ്പം വാസ്തവമായല്ലോ വെള്ളയാണെന്ന്, അല്ലാതെ മഞ്ഞയല്ലെന്ന് മനസ്സിലായല്ലോ. നമ്മൾ തമിഴ്നാട്ടിൽ പോകുമ്പോൾ കസ്തൂരി മഞ്ഞളെന്നും പറഞ്ഞ് അവർക്കറിയാം, അവിടെയല്ലേ ഇത് ഒറിജിനൽ കിട്ടുമായിരിക്കും. അവരൊക്കെ അപ്പം കസ്തൂരി മഞ്ഞളെന്നും പറഞ്ഞ് തേക്കുന്ന ഏത് മഞ്ഞളാണ്? അവരുടെയൊക്കെ മുഖം മഞ്ഞ കളറിലായിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മറ്റേ പച്ചമഞ്ഞളായിരിക്കും തേക്കുന്നത്.
കസ്തൂരി മഞ്ഞളാണ് ഇപ്പോൾ ഇതുപോലെ ഇരിക്കും. എന്നതായാൽ കർത്താവിനറിയാം എന്നതാണ്, നമുക്കറിയത്തില്ല. ഇത് ഇച്ചിരി കൂടെ അരയണമായിരുന്നു. അതിങ്ങനെ ഇരിക്കുന്നു. താഴെ പോവാം. ശരിക്കറിഞ്ഞിട്ടില്ല. തൊലിയല്ലേ ഓറഞ്ചിൻ്റെ, കുറേ കൂടെ പേസ്റ്റ് പോലെ അരയണമായിരുന്നു. അതിനിങ്ങനെ നമുക്ക് കുറേ ഒട്ടിച്ച് വെക്കാം അല്ലേ. എന്നിട്ട് ഞാൻ മുഖവും തലയും കഴുകിയിട്ട് കാണിക്കാം. അല്ലാതെ അതുവരെ ഇനി ഇത് വെച്ചുകൊണ്ട് കാണിക്കുന്നില്ലേ. വീഡിയോ ഓഫ് ചെയ്യണേ, കാരണം തേച്ചിട്ട് പിന്നെ മിണ്ടാനും വരില്ലോ. തല കഴുകി, മുഖത്ത് തേച്ച് കഴുകി, എല്ലാം കഴുകി കളഞ്ഞു. പൗഡറൊന്നും ഇട്ടില്ല. കുളിച്ചിട്ടിറങ്ങി മുടിയെല്ലാം തോർത്തി ഹെയർ ബാൻഡും വെച്ചു. ഇപ്പം നല്ല സുഖമുണ്ട് തലയെ പിടിച്ചിട്ട്. ഹെന്ന ഇട്ടുകൊണ്ട് ഇവിടെ ഒരു 1-2 നരയുണ്ടായിരുന്നേ, 1-2 കുഞ്ഞു നര ഇവിടെ. ഹെന്ന ഇട്ടപ്പോൾ അതും മാറി. 2 മുറി, ആ മുറി ഈ മുറി ഒന്ന് തൂത്തുവാരി. അതിൻ്റേതായ മൂക്കി പൊടി കയറി. കേട്ടോ, കോഴിവാല് പോലെ ഇരിക്കുക. നോക്കട്ടെ വളർന്നോന്ന്. വളർന്നെങ്കിൽ നിങ്ങളെ കാണിക്കില്ലെങ്കിൽ കാണിക്കത്തില്ല. വളർന്നിട്ടില്ലേ, കോഴിവാല് പോലെ ഇരിക്കുന്നത്. ഉണങ്ങാതിരിക്കുകയല്ലേ, ഇപ്പം നനഞ്ഞല്ലേ, അതുകൊണ്ട് നിങ്ങളെ കാണിക്കത്തില്ല. അപ്പം പിന്നെ വേർത്തു. അപ്പോൾ നാളെ അടുത്ത പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ചക്കരയുമ്മ.